ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ സെൻസർ ഉപയോഗിച്ച് എൻ്റെ പൾസ് ചെക്ക് ചെയ്യുകയാണ്. എൻ്റെ ഹൃദയമിടിപ്പ് നിങ്ങൾക്ക് കാണാം 78 79 എന്നായിട്ട് എൻ്റെ പൾസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ നമ്മുടെയൊക്കെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തുണ്ട്. ഇത് നമുക്ക് ക്യാമറ സെൻസർ ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സ്ക്രീനിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്ന ഫോണുകളുണ്ടല്ലോ, അങ്ങനെയുള്ള ഫോണുകളിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ടും നമ്മുടെ പൾസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഓപ്പോ, വിവോ, റെഡ്മി, റിയൽമി, പോക്കോ പോലെയുള്ള ഫോണുകളിലാണ്. അല്ലാത്ത ഫോണുള്ളവർക്കും അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ സെറ്റിങ്സിൽ പോയിട്ട് കാണാത്തത്, ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണല്ല, വളരെ വില കുറഞ്ഞ ഫോണാണ് നിങ്ങളുടേതെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പോ, വിവോ, വൺ പ്ലസ്, റിയൽമി, റെഡ്മി ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ളവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒരു ആപ്ലിക്കേഷൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷനിലൂടെയും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ക്യാമറ സെൻസർ ഉപയോഗിച്ചിട്ട് പൾസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടോ എന്ന് നോക്ക്, അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതിനുശേഷം ഞാൻ ഇതില്ലാത്തവർക്ക് ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഞാനിപ്പോൾ റിയൽമി ഫോണിലാണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. മറ്റുള്ള ഫോണുകളിൽ ഒരുപാട് സെറ്റിങ്സിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ചിലത് ഫിംഗർ പ്രിൻ്റ് ആയിരിക്കും, ചിലത് ക്യാമറയിലായിരിക്കും. അപ്പോൾ റിയൽമി ഫോൺ മാത്രമാണ് അത് പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ ഫോൺ മോഡൽ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് ഹാർട്ട് റേറ്റ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നൊക്കെ നോക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ആ ഹാർട്ട് മെഷർമെൻറ്റ് അങ്ങനെ പല പേരിലായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് വെറും ഹാർട്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് റിയൽമി ഫോണിൽ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഹാർട്ട് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് മെഷർമെൻറ്റ് എന്നാ ഹാർട്ട് ബീറ്റ്സ് എന്നാൽ അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് റിയൽമിയുടെ മാത്രമാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും, ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം. അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അത്രയും ഓപ്പൺ ചെയ്തിട്ട് പിറകിലോട്ടേക്ക് പോകുമ്പോൾ പുതിയൊരു ഓപ്ഷന് റിയൽമി ഫോണിലേക്ക് വരുന്നതാണ്. ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഹാർട്ട് റേറ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ട്, അപ്പോൾ ആദ്യം പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും, അതൊക്കെ കൊടുക്കുക. ഞാൻ ഓൾറെഡി ഉപയോഗിച്ചതായതുകൊണ്ട് അതൊന്നും എനിക്ക് ചോദിക്കില്ല. ഇനി ഞാൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഫിംഗറിലാണ് റിയൽമി ഫോൺ. ഇത് സ്ക്രീനിൽ ഫിംഗറുള്ള ഫോണാണ്. അല്ലാത്ത ഫോണിൽ ക്യാമറയായിരിക്കും. റിയൽമി തന്നെ ക്യാമറയും വരുന്നതുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഫിംഗർ വെച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം മുകളിൽ 15 സെക്കൻഡാണ് ടൈമിംഗ് ചോദിക്കുന്നത്. 15 സെക്കൻഡ് വരെ ഞാൻ ഫിംഗർ എടുക്കാൻ പാടില്ല, അവിടെ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് കാണിച്ചു തരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അത് മെഷർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം 15 സെക്കൻഡ് വരെ കാത്തിരിക്കുക. അപ്പോൾ മെഷർമെൻറ്റിൽ അത് എത്രയാണ് ഹാർട്ട് ബീറ്റ് എന്ന് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് കാണാം 73 എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി ഇത് സേവ് ചെയ്യേണ്ട, പല രീതിയിൽ സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെയല്ല, പോക്കോയിലൊക്കെ വേറെയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇനി ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഫോൺ ഉണ്ടാവുമല്ലോ, ആ ഫോണിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ഇനി പൾസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ സെറ്റിങ്സിലൊന്നും നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓണായി കിട്ടും. വളരെ സാവധാനത്തിൽ 10 സെക്കൻഡ് എടുത്തിട്ട് താഴേക്ക് പോയാൽ മതി. നിങ്ങൾക്കിവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ കിട്ടും. ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് എല്ലാ പെർമിഷനും കൊടുക്കുക. എല്ലാ പെർമിഷനും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ പൾസ് മെഷർ ചെയ്യേണ്ട ഓപ്ഷനാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക. പിന്നീട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓപ്ഷനാണ് ഓണായി കിട്ടുക. ഏറ്റവും മുകളിലാണ് മെഷർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ ഒരു ലവ് ഓണായി കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ക്യാമറയിൽ ഫിംഗർ വെക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് 3-4 ക്യാമറ ഉണ്ടെങ്കിൽ ആ ഫ്ലാഷ് ലൈറ്റ് അടക്കം മറയുന്ന തരത്തിൽ ഏതാണ് നിങ്ങളുടെ മെയിൻ ക്യാമറ അതിലേക്കാണ് വെക്കേണ്ടത്. ഇത് ഇവിടെ ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക്. ഞാൻ ഗെറ്റിട്ട് അടിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് മറയുന്ന തരത്തിൽ തന്നെ എൻ്റെ ഫിംഗർ വെക്കുകയാണ്. ഇതുപോലെ മറച്ച് പിടിക്കുക, നിങ്ങൾ ഫിംഗർ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എൻ്റെത് മെഷർ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് 100% ആകുന്നത് വരെ കാത്തിരിക്കണം. ഓക്കെ, 100% ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 86 നോർമലാണ്. പിന്നെ പ്രത്യേക കാര്യം ഓർക്കുക, നമ്മുടെ മൊബൈൽ ഫോണ് പൾസ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകരണമല്ല. നമ്മുടെ സെൻസറും ഫിംഗർ പ്രിൻറ്റിൻ്റെ ഓപ്ഷനൊക്കെ ഉപയോഗിച്ചിട്ട് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇത്തരം ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിനകത്തൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ആ രീതിയിൽ നമുക്കൊരു ശരാശരി കണക്ക് പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മെഡിക്കലിനായിട്ട് ഉപയോഗിക്കാനൊന്നും സാധിക്കില്ല. നിങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തന്നെ പോകേണ്ടി വരും. ഇത് നമുക്കൊരു ശരാശരിയായിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ഗുഡ് ബൈ.